ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. പിന്നെ അതിൻ്റെ സിൻറ്റാക്സ് എന്താണെന്ന് നോക്കാം. എക്സാമ്പിളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഈഫ് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന് എന്താണോ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതല്ല ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്കതിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോഗ്രാമിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനും കഴിയും. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പല ടൈപ്പുകളുണ്ട്, നമുക്ക് ഒക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് സിൻറ്റാക്സ് നോക്കാം. എന്താണ് ഇതിൻ്റെ സിൻറ്റാക്സിൻ്റെ പ്രത്യേകത? ആദ്യം ഈഫ് കൊടുത്തു, പിന്നെ ബ്രാക്കറ്റിനകത്ത് കണ്ടീഷൻ കൊടുത്തു, പിന്നെ കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. എന്താണോ നമുക്ക് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ ആ കേളി ബ്രേസ് നമ്മൾ ക്ലോസ് ചെയ്യുകയും ചെയ്തു. അതിനകത്ത് പിന്നെ ഒന്നും ചെയ്യാനില്ല, കാരണം ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഡയഗ്രാം വെച്ചൊന്നുകൂടെ നോക്കാം. എന്താണ് ഇവിടെ നടക്കുന്നത്? അത് നമ്മളിങ്ങനെ പ്രോഗ്രാം ചെയ്ത് വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലെത്തുമ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്കൊരു ഈഫ് കോഡ് ഉണ്ടായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം പിന്നെ എന്തൊക്കെയാണോ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് പോകും. അങ്ങനെയാണ് ട്രൂവിൻ്റെ കേസാണെങ്കിൽ വരിക. ഇനി അതല്ല ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? നേരെ ആഫ്റ്റർ ഈഫിന് ശേഷം എന്താണുള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. അത്രയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിളിലേക്ക് പോയി നോക്കാം. എന്താണ്? നമ്മൾ ആദ്യം ആഷ് ഇൻക്ലൂഡ് IO സ്ട്രീം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹെഡർ ഫയൽ കൊടുത്തു. പിന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് യൂസിങ് നെയിം സ്പേസ് STD. അതായത് നമുക്ക് സ്റ്റാൻഡേർഡ് ലൈബ്രറിക്ക് അകത്തുനിന്ന് നമുക്ക് വേണ്ട വേരിയബിൾ നെയിംസ്, ഫംഗ്ഷൻ നെയിംസ്, ഓബ്ജക്റ്റ് നെയിംസൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഇൻറ്റീജർ ടൈപ്പാണ് ചെയ്യുന്നത്, സോ ഇൻറ്റ് മെയിനാണ് കൊടുത്തത്. പിന്നെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അത് ഇനീഷ്യലൈസ് ചെയ്തു. എന്താണ്? നം എന്ന വേരിയബിളാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടൈപ്പ് എന്താണ്? ഇൻ്റാണ്. പിന്നെ നമ്മളത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് 10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ വെച്ചിട്ടാണ്. ഇനിയാണ് നമ്മളുടെ കണ്ടീഷനകത്തേക്ക് നമ്മൾ വരുന്നത്. എന്താണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്? നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ നമ്പർ, ഇവിടെ 10 ആണ് കൊടുത്തിട്ടുള്ളത്, ഏത് നമ്പറും ആവും, അത് ഈവൻ നമ്പർ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടീഷനിൽ ചെക്ക് ചെയ്യുന്നത്. ഈവൻ നമ്പർ ആണെങ്കിൽ അതെന്താ വെച്ചാൽ പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. അതല്ല ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാനില്ല. അതാണ് ഈ ഒറ്റ പെർട്ടിക്കുലർ ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈഫ് നം മോഡുലസ് 2 ഈക്വൽ ടു 0. അതായത് നമുക്ക് ഈവൻ ആണോ ഓഡ് ആണോ കാണുന്നുണ്ട്. എങ്ങനെയാണ്? നമ്മൾ മോഡുലസ് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ കിട്ടുക. ആ റിമൈൻഡർ 0 ആണെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതല്ല വേറെ ഏതെങ്കിലും നമ്പറാണ് വരുന്നതെങ്കിൽ അതൊരു ഓഡ് നമ്പറും ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് വരിക? 10ൻ്റെ കേസ് വരുമ്പോൾ 0 വരും. അപ്പോൾ സി ഔട്ട് എന്താ വരിക? ഇറ്റ് ഈസ് ഈവൻ നമ്പർ. അതൊരു ഈവൻ നമ്പറാണെന്ന് ജസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ നമ്മൾ റിട്ടേൺ 0 ആണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാമിൻ്റെ കേസിൽ നമുക്കൊന്നും വാല്യൂസ് റിട്ടേൺ ആയിട്ട് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ 0 എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തൊക്കെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേറെ രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ? ഈഫ് n മോഡുലസ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ നമ്പറാണ്, അതല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഇത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മോഡലിൽ ചെയ്യുന്നത്. വേറെ ടൈപ്പിനകത്തൊക്കെ നമുക്ക് പല മെത്തേഡുകളും അങ്ങനെ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കേസ് പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത വാല്യൂ 10 ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഈവൻ നമ്പർ എന്ന് എക്സിക്യൂട്ട് ചെയ്യും. ചില കേസുകൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്കാൻ ചെയ്തെടുത്തിട്ട് ആണ് നമ്മൾ ഈ പ്രോസസ്സൊക്കെ ചെയ്യുക. കുറച്ച് ലെങ്തി പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് കേസ് വരുമ്പോൾ നമ്മൾ 10 ആണ് ഇനീഷ്യലൈസ് ചെയ്യല് ചെയ്യുക. നമ്മൾ ആസ് എ യൂസർ നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ഈഫിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്
സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈഫ് എൽസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ടൈപ്പുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്നുള്ളത് മസ്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ആവേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.